ഹൗ ടു മേക്ക് പഴംപൊരി. അപ്പം ഞാനിവിടെ 3 പഴംപൊരി എടുത്തത്. എത്ര പഴംപൊരി? 3 പഴംപൊരി. അപ്പം അമ്പട് പിടിച്ചോളൂ. അപ്പം തന്നെ നമുക്ക് കത്തി എടുക്കണം. കുറച്ച് ഓളാക്കണം എടുക്കാം. കട്ടുമ്പോൾ എടുക്കണം. പഴംപൊരിയുടെ തൊലി ഇങ്ങനെ എടുക്കണം. ഗൈസ്, പഴംപൊരിയല്ല, പഴമാണ്. എൻ്റെ വായിൽ പഴംപൊരി ഉണ്ടാക്കുന്നതുകൊണ്ട് ഇനി വായിൽ പഴംപൊരി എന്നേ വരും. അപ്പോൾ നിങ്ങൾ ഈ പഴമെല്ലാം കാണുമ്പോൾ ചിന്തിച്ചോളാം, പഴംപൊരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴത്തിനെയാണ് ഉദ്ദേശിച്ചതെന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ പഴംപൊരീൻ്റെ തോലെല്ലാം ഇങ്ങനെ ഉതിർത്തെടുക്കുക. ഊരിയെടുത്തിട്ട് അത് നമ്മൾ പീസാക്കുക. ഞാനിപ്പോൾ നേരെ സെൻറ്റർ കട്ട് ചെയ്തിട്ട് ഒരു 3 പീസാക്കുന്ന, അതായത് ഒരു പഴത്തുനിന്ന് 6 പീസോളം എടുക്കുന്നുണ്ട്. അപ്പം നമ്മളതെല്ലാം കട്ട് ചെയ്ത് മാറ്റും. ഇതിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പായുന്നുണ്ട്. അമ്പിടുവാണെങ്കിൽ തണയം മേലെ ഇല്ലേ, അപ്പം അതെല്ലാം ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടേക്കെല്ലാം പായാൻ വേണ്ടിയിട്ട്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഓക്ക് കളിക്കാൻ ഓരോന്നെല്ലാം ഞാൻ എടുത്തു കൊടുത്ത് നമ്മളത് ആ പഴംപൊരിയല്ല ഗൈസ്, പഴം. അപ്പോൾ പഴം ഇങ്ങനെ മുറിച്ച് ഓക്ക് കൊടുത്തു. ഓക്കത് വേണ്ട, അപ്പോഴതവിടെ വെച്ച്. അപ്പം ഞാൻ പറഞ്ഞില്ലേ 3 പീസാക്കുന്നുണ്ട് എന്ന്. അതിൻ്റെ ഇടയ്ക്ക് അമ്പോട് കൈയെല്ലാം ഇടുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ മെല്ലെ എടുത്ത് മാറ്റട്ടെ. എന്നിട്ട് ബാക്കിയുള്ള പഴമെല്ലാം നമ്മളിങ്ങനെ മുറിച്ചിട്ട് ഇനി ആവശ്യത്തിന് ഞാൻ മൈദനെ കൊണ്ടാണ് പഴംപൊരി ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു പാത്രത്തിൽ നമുക്കൊരു കൈക്കണക്ക് വെച്ചിട്ടാണ് ഞാൻ ഇടുന്നത്. എനിക്ക് ഇങ്ങനെ അളവൊന്നും പറഞ്ഞു തരാൻ അറിയില്ല. അപ്പം ഞാനൊരു 2 സ്പൂണ് മൈദ, 2 സ്പൂൺ ഇട്ടിട്ട് പോരാ, ഒരു 3 സ്പൂണെല്ലാം ഇട്ടോ, ഞങ്ങൾ ആവശ്യത്തിനനുസരിച്ചിട്ട് 3-4 സ്പൂണെല്ലാം ഞാനപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് മൈദ ഇട്ട്. ഇനി നമ്മൾ മിക്സിയിൽ പഞ്ചസാര പൊടിച്ച് വെച്ചിന്. അതായത് ഞാൻ ഡയറക്റ്റായിട്ട് ഇടുന്നില്ല, അത് ഒരു തരി പോലെ ഇല്ലോണ്ട് എനിക്കത് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് തന്നെ ഏലക്കയും കൂടെ മിക്സിയിലിട്ട് അടിച്ചിന്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, നിങ്ങൾ ഇത്ര സ്പൂണ് കണ്ടു കഴിഞ്ഞാൽ പേടിക്കൊന്നും വേണ്ട, ആവശ്യത്തിന് ഇട്ടാൽ മതി. അപ്പോൾ നമ്മളിനി ഇത് നല്ലോണം കുറച്ച് വെള്ളമെല്ലാം ഒഴിച്ച് നമ്മൾ ബാറ്റർ ഉണ്ടാക്കണം. നിങ്ങൾക്കറിയില്ലേ, പിന്നെ ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എല്ലാം നിങ്ങളെ കൈക്കണക്കനുസരിച്ചിട്ട് നിങ്ങൾക്ക് അറിയുന്ന അളവിൽ എടുക്കുക. ഞാൻ പിന്നെ എൻ്റെ ഒരു അളവിൽ, എനിക്ക് തോന്നുന്ന ഒരളവിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ച് ഇതിങ്ങനെ മിക്സാക്കി കൊണ്ടേയിരിക്കണം. അതായത് ഒരു ലൂസും അല്ല, എന്നാൽ അധികം കട്ടിയല്ല. അപ്പം നമ്മളിങ്ങനെ വെള്ളമൊഴിച്ച് നല്ലോണം നല്ലൊരു ഇതിൽ മഞ്ഞൾപ്പൊടി ഇട്ടത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കളർ കിട്ടൂലേ, ഒരു മഞ്ഞ കളർ. ഞാൻ ഫുഡ് കളറൊന്നും ആഡാക്കുന്നില്ല, പഴംപൊരി അല്ലേ. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയെല്ലാം ഇട്ട് കുറച്ച് നമ്മൾ വെള്ളം ഒഴിച്ച് നല്ലോണം ഇങ്ങനെ ലൂസും അല്ല അധികം കട്ടിയല്ലാത്ത പോലെ, നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എടുക്കണം. ഇത് നിങ്ങൾക്ക് എത്ര കട്ടിയില്ലാണ്ട് മിക്സാക്കാൻ പറ്റുമോ അത്രയും നല്ലത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ തരി പോലെ കട്ട പോലത്തെ സംഭവമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് നല്ലോണം ഇങ്ങനെ മിക്സാക്കിക്കൊണ്ടേ ഇരിക്കുക നമ്മൾ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്തിനെല്ലോ പായുന്നുണ്ട്. സത്യം പറയട്ടെ, എനിക്ക് എന്തിനാണ് ഞാൻ പോയെന്ന് ഒന്നും അറിയില്ല. ഈ വീഡിയോ കുറേ മുന്നേ ഞാൻ എടുത്ത് വെച്ചാൽ ഞാൻ ഇടാൻ മറന്നുപോയി. പിന്നെ കുറേ തിരക്കുകളായിപ്പോയി, അതെല്ലാം കൊണ്ട് ഇങ്ങനെ വെച്ചതാണ്. പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് ഇങ്ങനെ നമ്മൾ ഒരു ബാറ്റർ നമ്മൾ നല്ലൊരു സെറ്റാക്കി എടുക്കണം. അപ്പം നല്ലോണം ഒന്ന് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സാക്കാം. ഇനി വെള്ളം കൂടിപ്പോയാൽ പേടിക്കണ്ട, നമുക്ക് കുറച്ച് മൈദപ്പൊടിയെല്ലാം ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് കട്ടിയാക്കാം. അപ്പം നമ്മളത് നല്ലോണം അങ്ങ് ഇളക്കി കൊടുക്കുക. വേറെ പണിയൊന്നുമില്ലല്ലോ, നല്ലോണം അങ്ങ് ഇളക്കുക. ഇനി നമ്മൾ എന്താക്കുക, നമ്മളെ പഴംപൊരി മുക്കാനില്ല ഒരു പരിവായി. ഇനി പഴം ഓരോന്നെടുത്ത് നമ്മൾ നല്ല തിളച്ച എണ്ണയിലിട്ട് പൊരിച്ച് കോരിയ വീഡിയോ ഞാൻ എടുക്കാൻ മറന്നു. ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീഡിയോ ഞാൻ പിന്നെ എടുത്തില്ല. പഴംപൊരി ഉണ്ടാക്കുന്ന ഇൻട്രസ്റ്റിൽ പഴംപൊരി ഉണ്ടാക്കി ഞാൻ ബാക്കി അങ്ങ് കഴിച്ച്. അപ്പം നിങ്ങൾക്കറിയാലോ പഴംപൊരിയെല്ലാം നമ്മളിങ്ങനെ ഓരോന്ന് പൊരിച്ചെടുക്കുക. ഇത് ചില ആൾ ഈ കടല മാവിലെല്ലാം പൊരിക്കുക, പക്ഷെ ഞാൻ മൈദയിലാണ് പൊരിക്കുക. അപ്പം ഭയങ്കര ഒരു ക്രിസ്പി ഫീലുണ്ടാവും, നല്ല രസമാണ് മൈദയിലെല്ലാം പൊരിച്ച് തന്നെ. അപ്പം നമ്മൾ ഓരോന്നിങ്ങനെ വറുത്ത് കോരി അങ്ങ് മാറ്റിക്കോളാം. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്ത ബെൽ ബട്ടൺ ഞെക്കുക. ഓക്കെ, ബൈ.